എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യമാണ്. നിന്നെ തന്നെ രക്ഷിച്ചു, ക്രൂശിൽ നിന്നും ഇറങ്ങി വാ എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ. ക്രിസ്തു യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇനി വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് ക്രിസ്തു പോയത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമെന്ന് പറഞ്ഞത്, ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കി അവർ പരിഹസിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ രോഗികളെ സൗഖ്യമാക്കിയവനാണ്, നീ ഹല്ലേലൂയ കുരുടർക്ക് കാഴ്ച കൊടുത്തവനാണ്, മുടന്തരെ നടത്തിയവനാണ്. എന്തിനധികം പറയുന്നു, മരിച്ചു പോയ ലാസറിനെ ഉയർപ്പിച്ച ഒരാളാണ്. എന്നിട്ട് നിനക്ക് എന്തുകൊണ്ട് ഈ ക്രൂശിൽ നിന്നും ഇറങ്ങി വരുവാൻ കഴിയുന്നില്ല എന്ന് പരിഹസിച്ച് പറയുന്ന ഒരു പദമാണ് ഞാനിവിടെ വായിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇതേ വാക്കുകൾ നിങ്ങളും കേട്ടിട്ടുണ്ട്, ഇതേ പദങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു ക്രിസ്ത്യാനിയിലെ, നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രതികൂലം വരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗം വരുന്നു, എന്തുകൊണ്ട് ഈ കഷ്ടത വരുന്നു എന്ന് പലരും നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ നേരെ വരുന്നത്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തു മരിച്ചു, ക്രൂശിൽ കിടന്നു, അവനെ ഹല്ലേലൂയ കല്ലറയിൽ അടക്കപ്പെട്ടു, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ വളരെ ശ്രദ്ധിക്കണം, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട്. നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവരെ ഹല്ലേലൂയ, നിങ്ങൾ ഒന്നും പറയണ്ട. ക്രിസ്തു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നിങ്ങളെ നോക്കി കുറ്റം വിധിക്കുന്നവരെ, എന്തുകൊണ്ട് നിനക്ക് ഈ വേദന വന്നു, എന്തുകൊണ്ട് നിൻ്റെ കുടുംബത്തിന് ഇത് വരുന്നു, എന്തുകൊണ്ട് നിനക്ക് ഈ കടഭാരം വരുന്നു, എന്തുകൊണ്ട് നിനക്കിങ്ങനെ വേദന വരുന്നു എന്ന് ആരെങ്കിലും നിങ്ങളെ പറയുന്നെങ്കിൽ, നിങ്ങളെ പഴിച്ചായിരുന്നെങ്കിൽ, നിങ്ങൾ ഓർത്തു വെച്ചോ, ഹല്ലേലൂയ, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. നിങ്ങൾ മൗനമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. എവിടെ സർവശക്തനായ ദൈവത്തിനെയാണ് പറയുന്നത്. അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവത്തോടാണ് ഈ പദം അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നിൻ്റെ ഭാരത്തെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ പ്രതികൂലത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ കടഭാരത്തെ മാറ്റുവാൻ ഹല്ലേലൂയ കർത്താവിന് കഴിയും. എന്തുകൊണ്ട് നിനക്കിത് വരുന്നു എന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ ദൈവം മാനിക്കുന്നൊരു ദിവസമുണ്ടെന്ന് അവർക്കറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, നമുക്കറിയാം ദൈവം വിടുവിക്കുന്നൊരു ദിവസമുണ്ട്. ദൈവം നമ്മളെ ഉയർത്തുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിൻ്റെ തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും. നോക്കണം, ഇവിടെ ദൈവത്തിൻ്റെ തക്ക സമയത്ത് കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. പടയാളികളെ നിർത്തി അവൻ കല്ലറ ഭേദിച്ച് പുറത്തു വന്നെങ്കിൽ നിങ്ങൾ നീറുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങളെ കളിയാക്കിയ, നിങ്ങളെ കുറ്റം വിധിച്ചവരുടെ മുന്നിൽ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ അതുകൊണ്ട് നിരാശപ്പെടണ്ട. നിങ്ങളെ കളിയാക്കിക്കൊള്ളട്ടെ, അങ്ങനെ നിങ്ങളെ കുറ്റം വിധിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങളൊരു വിശ്വാസിയാണോ, നിങ്ങളൊരു ദൈവ പൈതലാണോ, നിങ്ങളെ അങ്ങനെ പറയും. കാരണം നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകം അത്ര വലുതാണ്. എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്, എന്നെ ഒത്തിരി പേര് കുറ്റം വിധിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒത്തിരി പേര് കുറ്റം വിധിച്ച് കാണും, നിങ്ങളെ ഒത്തിരി പേര് കളിയാക്കി കാണും, നിങ്ങളെ ഒത്തിരി പേര് നിന്ദിച്ച് കാണും. ഹല്ലേലൂയ. എന്തുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ വരുന്നു, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ആയിത്തീരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രതികൂലം വരുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ രോഗം വരുന്നു ഒക്കെ ഒത്തിരി പേര് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറ്റം വിധിച്ചിട്ടുണ്ട്, നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്, പരിഹാസ പാത്രമാക്കിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങളെ കുറ്റം വിധിക്കുവാൻ വേണ്ടി പലരിടത്തും പറഞ്ഞ് പല തെറ്റിദ്ധാരണകളും വരുത്തി നിങ്ങളെ കുറ്റം വിധിച്ചിട്ടുണ്ട്. അവനൊരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ അവൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്, നമുക്ക് ഈ ഗതി വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നവരുടെ മുന്നിൽ ദൈവം നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ആ വിടുതൽ നിങ്ങൾ കണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ മിണ്ടാതിരിക്കുന്നൊരു ദൈവമോ അല്ല. ഹല്ലേലൂയ. ഈ പറഞ്ഞവരുടെ മുന്നിലാണ് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതെന്ന് ഓർത്തു. അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞവരുടെ മുന്നിലാണ് 3-ാം നാൾ അവൻ കല്ലറ ഭേദിച്ച് പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ പുറത്തു വന്നെങ്കിൽ
എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. വിശ്വസിക്കാമോ? നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ പറ, നിങ്ങൾ ഏത് നിലയിലാണ് നിങ്ങൾ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോകുന്ന നില എനിക്കറിയാം. നിങ്ങൾക്ക് പോകുന്ന നില നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ പറയണം, ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ ദൈവം എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെയുള്ളവർ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഉയർച്ച കാണും. നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. പ്രാർത്ഥിക്കുക, ഏറ്റെടുക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.